Hello dear students, welcome back to classroom. അപ്പോൾ നമ്മൾ ഇന്ന് ഗാന്ധിജിയെ വരക്കാനാണ് പഠിക്കുന്നത് ട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടിട്ട് ആരും തന്നെ പേടിക്കേണ്ടതില്ല. വളരെ ഈസി ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് വരക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ രണ്ട് സർക്കിളാണ് വരക്കുന്നത് ട്ടോ. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് 1 എന്നുള്ള നമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഈസി ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗാന്ധിജിയുടെ വരക്കുന്ന വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കാണാൻ പോയിട്ട് ഞാനതൊരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലേലിസ്റ്റ് ഇതിൻ്റെ എൻഡ് സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടാൽ മതി. അതിലേറ്റവും ഈസി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓൾ എന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് അതായത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ HB പെൻസിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് വരക്കുകയാണ് വേണ്ടത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ നല്ല ഡാർക്കറായിട്ടുള്ള പെൻസിലോ അതേപോലെ പേനയോ യൂസ് ചെയ്തിട്ട് വരക്കരുത്. ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മുടെ അടുത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇറേസ് ചെയ്താലും അവിടെ ഇങ്ങനെ മാർക്കായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ചാനൽ ഒരുപാട് ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതായത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിനേക്കാളേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് നോക്കി നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യസ്ത തരം കളറിങ്ങുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പലരും പല കളറ് യൂസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ചിലർ പെൻസിൽ ഡ്രോയിങ് ആയിരിക്കും, ചിലർ ഷെയ്ഡിങ്, ചിലർ കളർ പെൻസിൽ, വാട്ടർ കളർ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കെല്ലാം തന്നെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ വ്യത്യസ്ത പ്ലേലിസ്റ്റുകളാക്കി ഓരോ പേരിലും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് കളർ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ആ ഒരു പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂൾ കലോത്സവവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രമേളയും മറ്റുമൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തിനൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ CBSEയുടെ സഹോദയയുടെ പ്രോഗ്രാം എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ എന്തിനൊക്കെയാണ് കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നതെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.